സന്ദേശം ഉൾക്കൊള്ളുവാൻ നിന്ദിവ്യദാനങ്ങൾ തൂകിയിടണേ. ലോകം മുഴുവനും പോയിടുവാൻ സർവർക്കും സദ്വാർത്ത നൽകിയിടുവാൻ. ലോകം മുഴുവനും പോയിടുവാൻ സർവർക്കും സദ്വാർത്ത നൽകിയിടുവാൻ. സത്യപ്രദീപമേ വിശ്വപ്രകാശമേ എൻ മനതാരിൽ നീ വസിച്ചിടണേ. നീതിനിഷ്ഠയും നിത്യവും ചരിക്കുവാൻ നേരിടുന്ന ഹൃത്തിലെന്നും ശാന്തി തൂകിടാൻ. നീതിനിഷ്ഠയും നിത്യവും ചരിക്കുവാൻ നേരിടുന്ന ഹൃത്തിലെന്നും ശാന്തി തൂകിടാൻ. സത്യപ്രദീപമേ വിശ്വപ്രകാശമേ എൻ മനതാരിൽ നീ വസിച്ചിടണേ. ത്രിത്വൈക ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളുടെ ഹൃത്തിൽ നീ വന്നിടണേ. നിൻ സ്നേഹ സന്ദേശം ഉൾക്കൊള്ളുവാൻ നിൻ ദിവ്യദാനങ്ങൾ തൂകിയിടണേ. ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ രക്ഷകനും സ്നേഹിതനുമായ ഈശോയെ, മതബോധനം വഴിയായി അങ്ങയെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എനിക്കിടയാകണമേ. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന ദൈവപുത്ര സ്ഥാനത്തെ വിലമതിക്കുന്നതിനും പാപരഹിതവും പരിശുദ്ധവുമായ ജീവിതം നയിക്കുന്നതിനും എന്നെ സഹായിക്കണമേ. ജീവിത മാതൃകയും ഉപദേശവും വഴിയായി ക്രിസ്ത്യ വിശ്വാസം എന്നെ പരിശീലിപ്പിക്കുന്നതിനും എൻ്റെ മാതാപിതാക്കളെയും അധ്യാപകരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും കൂടെ മതബോധന ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും എൻ്റെ ജീവിതം വഴിയായി മറ്റുള്ളവർ അങ്ങയെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ആത്മാർത്ഥമായി പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. യിലെ വിശുദ്ധ അന്തോണീസിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. സഭാ ചരിത്രത്തിൽ ശക്തനായ വിശുദ്ധനായിരുന്നു വിശുദ്ധ അന്തോണീസ്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ അറിവും നല്ലൊരു ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു വിശുദ്ധ അന്തോണീസ്. 1795 ഓഗസ്റ്റ് 15 വിശുദ്ധ അന്തോണീസിന്റെ ജനനം. നമ്മുടെ പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോഹണം ആയിരുന്നു അന്ന്. ഫെർണാണ്ടോ എന്നായിരുന്നു വിശുദ്ധ അന്തോണീസിന്റെ മാമോദിസ പേര്. ഫെർണാണ്ടോ എന്ന വാക്കിന്റെ അർത്ഥം സമാധാനവും ധൈര്യവും എന്നായിരുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസിനെ ഞാൻ എന്നും വണങ്ങും. ഇറാഖിലെ മൈസൂളിൽ നിന്ന് വീണ്ടും ഒരു സദ്വാർത്ത. ഇസ്ലാമിക തീവ്രവാദികൾ തല്ലിത്തകർത്ത ദേവാലയം കൂദാശയ്ക്കൊരുങ്ങുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പിന്തുണയോടെ പുനർനിർമ്മിച്ച ദേവാലയം നവംബർ അവസാനത്തോടെ കൂദാശ ചെയ്യാനാകുമെന്ന് പ്രതീക്ഷ. ട്രെഡ്മില്ലിൽ ഓടി ഒരു കന്യാസ്ത്രീ ഗിന്നസ് ബുക്കിൽ കയറി എന്നു കേട്ടാൽ അവിശ്വസനീയത തോന്നാം. അമേരിക്കയിലെ ചിക്കാഗോയിലാണ് അപൂർവമായ റെക്കോർഡ് പിറന്നത്. 3 മണിക്കൂറും 33 മിനിറ്റും എടുത്ത് 26 കിലോമീറ്റർ ആണ് 32-കാരിയായ സിസ്റ്റർ സ്റ്റെഫിനി ബെല്ലിക് പിന്നിട്ടത്. താങ്ക് യു. കത്തോലിക്ക ദേവാലയത്തിന് വിയറ്റ്നാമിലെ ഭരണകൂടത്തിന്റെ അംഗീകാരം. ഹനോയ് 3 പതിറ്റാണ്ട് നീണ്ട പരിശ്രമങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും വിരാമം കുറിച്ച് വിയറ്റ്നാമിലെ കത്തോലിക്ക ദേവാലയത്തിന് ഭരണകൂടത്തിന്റെ അംഗീകാരം. വടക്ക് പടിഞ്ഞാറൻ വിയറ്റ്നാമിലെ സൺല പ്രവിശ്യയിലെ മോക് ചൗ ജില്ലയിലുള്ള ദേവാലയത്തിനാണ് ഭരണകൂടം നൽകിയത്. Jaya Ganame
ജയ കൊച്ചി